കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അതുമല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയും അമേരിക്കയും ആയിട്ടുള്ള ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ അതിർത്തി രാജ്യങ്ങളായ മെക്സിക്കോയും കാനഡയും അവരുടെ മേൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപാടെ കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ലൈറ്റ് എടുത്ത് ഫ്ലോറിഡയിൽ മാറാലാഗോയില് ട്രംപിനെ കാണുന്നതിന് വേണ്ടി വന്നു. കാരണം കാനഡ എന്നൊരു രാജ്യം ഫുള്ളി ഡിപ്പെൻഡഡ് ഓൺ അമേരിക്ക. അതിന്റെ വ്യവസായം, എണ്ണ, സീ ഫുഡ് തൊട്ട് എല്ലാ ഇതുകളും അവരുടെ ഉപഭോക്താവ് എല്ലാ വസ്തുക്കളും വിറ്റഴിക്കേണ്ടത് അമേരിക്കയുടെ മേലെയാണ്. അമേരിക്കയുടെ ഒരു ദാക്ഷിണ്യത്തിലാണ് കാനഡ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയെ പോലെയുള്ള ഒരു നേതാവ് തീവ്ര ഇടതുപക്ഷ ചിന്താഗതി, അദ്ദേഹം വളരെ സൗമ്യമായും മാന്യമായും വന്ന് സംസാരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഈ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും തീവ്ര നിലപാടുള്ള ആൾക്കാരെയാണ്. അതിനൊരു ഉദാഹരണം ഇന്ത്യയിൽ തന്നെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഖാലിസ്ഥാൻ മൂവ്മെന്റ്. നമ്മുടെ പഞ്ചാബി സമൂഹം, സർദാർജിമാര്, ഈ ഒരു സമൂഹത്തിന് കൈയഴിഞ്ഞ സംഭാവനകൾ നൽകുന്നു, അവരെ സഹായിക്കുന്നു, അവരെ ഒരു പ്രത്യേക ലോബി ഗ്രൂപ്പായിട്ട് വളരുന്നു. അതിലൊന്നും പ്രശ്നങ്ങളില്ല. എന്നാൽ ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റ് അങ്ങനെ തീവ്രവാദവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മൾ 70കളിലും 80കളിലും കണ്ട ഇന്ദിരാഗാന്ധിയുടെ ജീവൻ പോലും എടുക്കാവുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും പോകുന്ന സ്ഥിതിയിലേക്കാണ് ഖാലിസ്ഥാന്റെ തീവ്ര നിലപാടുകൾ. അതിനെയെല്ലാം ഇന്ത്യ പിടിച്ചൊതുക്കിയത് അതിന്റെ സമാധാനപരമായ നയത്തിലൂടെയാണ്. ഖാലിസ്ഥാൻ മൂവ്മെന്റ് കൃഷി ഉൽപ്പന്നങ്ങള് ആയിട്ട്, കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കർഷകരുടെ സമരമെല്ലാം ഡൽഹിയിൽ നടത്തുന്നത് നമുക്കറിയാം. അതവർക്ക് പ്രതിഷേധിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു പ്രത്യേക രാജ്യം, ഖാലിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയെ വിഭജിച്ച് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അത് എല്ലാ അതിർവരമ്പുകളും കടന്നു പോകുന്ന ഒരു അവരുടെ ആവശ്യമാണ്. അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാടാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന ഇപ്പോഴത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക തീവ്രവാദികള്, LTT, തമിഴ് വംശജ, തമിഴ് പുലികള്, ഇങ്ങനെയുള്ള തീവ്ര നിലപാടുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങള് കാനഡ എന്ന രാജ്യത്ത് നൽകുന്ന ഒരു നിലപാടാണ് ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ജസ്റ്റിൻ ട്രൂഡോന്റേത്. അപ്പൊ ജസ്റ്റിൻ ട്രൂഡോ അതുമൂലം അങ്ങനെയുള്ള ലോബികളെ വളർത്തി അദ്ദേഹം അങ്ങനെയുള്ള വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കിയാണ് കാനഡയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അടുത്ത ഏതാനും മാസങ്ങൾക്കകം കാനഡയിൽ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം തോൽക്കും എന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത്. കാരണം ഇപ്പോഴത്തെ സർവേകളെല്ലാം പറയുന്നത് ജസ്റ്റിൻ ട്രൂഡോന് ഈ ഇലക്ഷൻ തോൽക്കുമെന്നാണ്, കാനഡയിൽ നിലനിൽക്കാൻ പറ്റില്ല. എന്നാൽ ട്രംപുമായിട്ടുള്ള ഇതില് ഇങ്ങനെ ഒരു വിഷയം വന്ന പാടെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനെ വന്ന് കണ്ടു. അതിനുശേഷം വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ട്രംപ് ആ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തെ വെറും ഒരു കാനഡ എന്ന രാജ്യത്തെ അമേരിക്കയുടെ ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് ഗവർണർ എന്ന് അഭിസംബോധന ചെയ്യുകയും ജസ്റ്റിൻ ട്രൂഡോനെ പറ്റി വളരെ മോശമായ രീതിയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ നയങ്ങൾ മൂലം കാനഡയും അമേരിക്കയുമായിട്ട് 9000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ അതിർത്തിയിൽ നിന്നും കടന്നു വരുന്ന അഭയാർത്ഥികള്, പിന്നെ അവിടെ നിന്ന് വരുന്ന ട്രബിൾസ്, അത് ജസ്റ്റിൻ ട്രൂഡോ നിയന്ത്രിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ ഭാഗം. ട്രംപ് പറയുന്നത് അവിടുത്തെ അതിർത്തി ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ കടന്നു വരുന്നത് മെക്സിക്കോ സദേൺ ബോർഡറിൽ നിന്നാണെങ്കിലും അത് കുറെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഒരു ഗുജറാത്തി കുടുംബം അങ്ങനെ തന്നെ മഞ്ഞിൽ ഉറച്ചുപോയി മരണപ്പെട്ട ഒരു ഇത്. അപ്പൊ അനധികൃത കുടിയേറ്റം പേരിലാണ് ജസ്റ്റിൻ ട്രൂഡോയും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങള്. അപ്പൊ ട്രൂഡോ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുക വഴി അത് അമേരിക്കയ്ക്കും ദോഷകരമായി ബാധിക്കുന്നു. ഒപ്പം തന്നെ
കാനഡയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു 10% മാത്രമാണ് കാനഡ എന്ന രാജ്യത്തിന്റെ ജനസംഖ്യ. അതും കൂടുതലുമായിട്ട് അമേരിക്കൻ ബോർഡർ, വടക്കേ ബോർഡറോട് ചേർന്നാണ് ഈ ജനസംഖ്യ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നും അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാര് അമേരിക്കയിലേക്ക് കടക്കുക ഒരു സർവ്വസാധാരണമാണ്. അപ്പൊ ട്രംപിന്റെ നിലപാടുകൾ എത്രമാത്രം ഇതിനെ ബാധിക്കും, കാനഡയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അധികം വിള്ളലുകൾ ഉണ്ടാകുമോ? കാരണം ഇത്ര നാളും സഹോദര രാജ്യങ്ങൾ പോലെയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും മുന്നോട്ട് പോയിരുന്നത്. അതോടൊപ്പം തന്നെ മെക്സിക്കോ ആയിട്ടുള്ള ബന്ധത്തിലും വളരെ വിള്ളലുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാല് അത് എത്രമാത്രം കാനഡ എന്ന രാജ്യത്തിനായിരിക്കും അതിന്റെ നഷ്ടം ഏൽക്കാൻ പോകുന്നത് നമുക്കറിയാം. അഭയാർത്ഥികൾക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അഭയാർത്ഥികളിൽ തന്നെ തീവ്ര നിലപാടുള്ളവരുണ്ട്, രാഷ്ട്രീയ തീവ്ര നിലപാടുകൾ. അവര് മറ്റു രാഷ്ട്രങ്ങളിൽ ഇപ്പൊ ഖാലിസ്ഥാൻ മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റ്സ് ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള മൂവ്മെന്റ്സിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാല് എത്രമാത്രം പ്രശ്നങ്ങളാണ് അത് ഭാവിയിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട്. അത് ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തി ജസ്റ്റിൻ ട്രൂഡോന് അതിന് തക്കതായ മറുപടി കൊടുക്കുമെന്നാണ് കരുതേണ്ടത്. തന്നെയുമല്ല, അടുത്ത ഏതാനും മാസങ്ങൾക്ക് വരുന്ന എലക്ഷൻ, ആ എലക്ഷനിൽ ജസ്റ്റിൻ ട്രൂഡോന് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ജസ്റ്റിൻ ട്രൂഡോന് വളരെ സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റിൻ ട്രൂഡോന്റെ അദ്ദേഹത്തിന്റെ ചരിത്രം പലതായിട്ട് നമ്മൾ നോക്കുന്ന, പക്ഷെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ ജസ്റ്റിൻ ട്രൂഡോ വെറും ഒരു പുറമേ വന്ന് നല്ല മനുഷ്യനായിട്ട് സമാധാനം, ശാന്തി, സന്തോഷം, സ്നേഹമൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് വെറും വോട്ടിന് വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് ഖാലിസ്ഥാൻ മൂവ്മെന്റ്, ഇസ്ലാമിക തീവ്രവാദം, LTT തീവ്രവാദം, അതുള്ള തീവ്രവാദ ശക്തികളെയാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ലോകത്തിന് തന്നെ ഒരു ദോഷം ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ട്രംപും ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള മത്സരം എന്താകും എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടറിയാൻ സാധിക്കും. എവിടെ വരെ കാനഡ അമേരിക്കൻ ബന്ധം എന്തായി തീരുമെന്നുള്ളത് വരും ആഴ്ചകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.